അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള വിശ്വാസികളെ, ഇന്ന് വിശുദ്ധ റമദാൻ 15. നമുക്കറിയാം, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവരുടെ ആണ്ടിൻ്റെ ദിവസമാണ്. നഫീസ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയുമ്പോൾ ലോകപ്രശസ്തമായ ഔലിയാക്കളിൽ പ്രമുഖയായ വലിയ ഒരു സൂഫി വര്യയായ പണ്ഡിതയായ, അതുപോലെ തന്നെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ വ്യക്തിത്വമാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഹിജറ 145 മക്കയിലാണ് അവിടുന്ന് ജനിക്കുന്നത്. അങ്ങനെ മക്കയിൽ ആധ്യാത്മിക തലത്തിൽ വളരുകയും ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ പുത്രൻ ഹസൻ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിൽ ആണ് മഹദി ജനിക്കുന്നത്. പിതാവ് ഹസനുൽ അൻവർ എന്നാണ് പിതാവിൻ്റെ പേര്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് മഹദി വിജ്ഞാനം നേടി വലിയ അറിവിൻ്റെ വലിയ ഒരു ഭാഗം സ്വായത്തമാക്കി, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി, ആ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ലോകപ്രശസ്തയായി മാറുകയാണ്. മഹദിയെ സന്ദർശിക്കാനും എത്രയോ ആളുകൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ അടുക്കൽ എത്തുമായിരുന്നു. അങ്ങനെ അവർ മക്കയിൽ നിന്ന് മിസ്റിലേക്ക് വരുന്നു എന്നറിഞ്ഞ് മിസ്റിലെ ജനങ്ങളെല്ലാവരും അവരെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും സൽക്കരിക്കാനും ആദരിക്കാനും അവർ തിടുക്കം കൂട്ടുകയും അവർ മാത്സര്യബുദ്ധിയോടെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഹിജറ 193 അവർ മിസ്റിലേക്ക് വരുന്നത്. മിസ്റിൽ വന്നതിന് ശേഷം എല്ലാവരും ബീവിയെ കാണാനുള്ള ഓരോ ദിവസവും തിരക്കുകൾ കൂടിക്കൂടി വരികയും അത് ബീവിയുടെ സ്വസ്ഥമായ ജീവിതത്തിന്, ഇബാദത്തിന് തടസ്സമായ ഘട്ടത്തിൽ അവർ വീണ്ടും ഹിജാസിലേക്ക്, മക്കയിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങുന്ന സമയത്ത് മിസ്രിലെ അന്നത്തെ ഭരണാധികാരികൾ അവർ മഹദിയോട് ഒരിക്കലും നിങ്ങൾ പോവരുത്, ഇവിടെ തന്നെ താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും വിശാലമായി അവർക്ക് താമസിക്കാനുള്ളൊരു വീട് ദാനമായി നൽകുകയും സന്ദർശകരോട് ആഴ്ചയിൽ 2 ദിവസം മാത്രം ബീവിയെ സന്ദർശിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഒരു നിയമം കൊണ്ടുവന്ന്, ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ആ സന്ദർശകരുടെ ആധിക്യം അവിടെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ മഹദി മിസ്റിൽ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ മഹദിയുടെ ജീവിതമെന്ന് പറയുന്നത് എല്ലാ ദിവസവും നോമ്പനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു, എല്ലാ രാത്രിയിലും ഇബാദത്ത് ചെയ്തുകൊണ്ടായിരുന്നു മഹദി ജീവിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിൽ എത്രയോ ഖത്മുകൾ അവർ തീർത്തിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെ സ്വന്തമായൊരു ഖബർ കുഴിച്ച് ആ ഖബറിൽ വെച്ച് ധാരാളം നിസ്കരിക്കുകയും ചരിത്രത്തിൽ കാണാം 190 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി ഖത്മ് ചെയ്ത് അങ്ങനെ അവരുടെ പരലോക ജീവിതത്തിലേക്ക് അവരുടെ ഒരു ഖബർ കുഴിച്ചുകൊണ്ടുള്ള ഒരു ഒരുക്കം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അങ്ങനെ മഹദി റജബിലാണ് ഒരിക്കൽ ഹിജറ 208 റജബിലാണ് മഹദിക്ക് രോഗം കഠിനമാകുന്നത്. അങ്ങനെ വൈദ്യന്മാർ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ നോമ്പ് മുറിക്കണം, നിങ്ങൾ മരുന്ന് കഴിക്കണം, നിങ്ങളുടെ രോഗം ഭേദമാവാൻ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആ ഡോക്ടർമാരോട് മഹദി പറഞ്ഞത്, കഴിഞ്ഞ 30 വർഷമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണമെന്ന്. പിന്നെ നിങ്ങൾ എന്നോട് നോമ്പ് മുറിക്കാൻ പറയുകയാണോ എന്ന് പറഞ്ഞ് ആ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളൊക്കെ തിരസ്കരിച്ച് മഹദി അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇമാമുന മുഹമ്മദ് ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിൻ്റെ നമ്മുടെ ഇമാം, അവരും നഫീസ ബീവിയും ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഷാഫി ഇമാം ഹിജറ 150 ജനിച്ച് 204 വഫാത്താവുമ്പോൾ നഫീസ ബീവി 145 ജനിച്ച് 208 വഫാത്താവുന്നത്. അങ്ങനെ എല്ലാ പ്രാവശ്യവും മഹദിയെ സന്ദർശിക്കുക, ദുആ ചെയ്യിപ്പിക്കുക, ആളെ പറഞ്ഞയക്കുക എന്നത് ഷാഫി ഇമാമിൻ്റെ സ്ഥിരമായിട്ടുള്ള രീതിയായിരുന്നു. അങ്ങനെ രോഗമാകുന്ന സമയത്ത് ആളെ വിടും, മഹദി ദുആ ചെയ്യും, അസുഖം ഭേദമാവും. അങ്ങനെ അവസാനത്തെ ഒരു വഫാത്ത് അടുത്ത സമയത്ത് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നഫീസ ബീവിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചപ്പോൾ ഉള്ള പ്രാർത്ഥന, അള്ളാഹുവിനെ കണ്ട് ആനന്ദിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്നതായിരുന്നു. അപ്പോൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, എൻ്റെ വഫാത്ത് അടുത്തിട്ടുണ്ട്. അങ്ങനെ വഫാത്തിന് വേണ്ടി ഇമാമുന ഷാഫി തങ്ങൾ ഒരുങ്ങിയതായി ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇന്നും നമുക്ക് മിസ്റിലെ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഖബർ, അതിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനാസകളും
അവരുടെ ആ ഒരു മസാറിൽ അല്പനേരം വെച്ചതിന് ശേഷമാണ്, അതിൻ്റെ ഒരു ബറക്കത്തെടുത്തതിന് ശേഷമാണ് ആ ജനാസ കൊണ്ടുപോയി മറവ് ചെയ്യാറുള്ളത് എന്ന് അവിടെയുള്ള അനുഭവസ്ഥർ, അവിടെ പോയവർ സാക്ഷ്യപ്പെടുത്തുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഹിജ്റ 208 വിശുദ്ധമായ റമദാൻ 15 വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക സൂറത്തുൽ അൻആമിലെ 12-ാമത്തെ ആയത്ത് കതബല്ലാഹു അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു അവൻ്റെ കാരുണ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന അർത്ഥം വരുന്ന ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ് മഹദി ലോകത്തോട് വിട പറയുന്നത്. ഇന്ന് നഫീസ ബീവിയുടെ ആണ്ട് ദിനമാണ്. നഫീസത്ത് മാല നമ്മൾ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി ഫാത്തിഹ മറ്റു ഖുർആനുകളൊക്കെ